ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേപ്പുണ്ടായിരുന്നു, ഒരു ചൈനീസ് ഡ്രാമയുടെ. അതെൻ്റെ അടുത്ത് ചെയ്യുമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഗൈസ് ഞാൻ എന്തോ ചെയ്യാനാണ്. ഞാൻ ഈ കഥ അറിയാതെ ആട്ടം കാണുമെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് ആ ഒരു ഡ്രാമ ഇരുന്ന് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷ് സബ് ഇല്ലായിരുന്നു, ഞാൻ ചൈനീസിലാണ് കണ്ടത്. എനിക്ക് എന്തൊക്കെയോ പിടികിട്ടി, പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇത് മാത്രമല്ല, എനിക്ക് ഡ്രാമയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എല്ലാവരും പറയുന്നത് അതിൻ്റെ സീസൺ 3 വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏതാണ്ട് ലാസ്റ്റ് പാട്ടെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡൊക്കെ ഞാൻ ഒരുപാട് തിരഞ്ഞു നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. മാത്രമല്ല, ഞാൻ ഈ ഡ്രാമ കണ്ടപ്പോൾ എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അത് എഡിറ്റ് ചെയ്തത്. അതെൻ്റെ സ്വന്തം എഡിറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നും പറഞ്ഞുകൊണ്ട്, കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു വൈറ്റും ബ്ലാക്കും കാണുമ്പോൾ ദി അൺടേംഡ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. പറഞ്ഞു പറഞ്ഞ് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഓക്കെ ബേബ്സ്, ഞാൻ എങ്ങനെയും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. കിട്ടുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഡ്രാമ ചെയ്തിരിക്കും. അപ്പോൾ നമുക്കിപ്പം ഈ ഒരു ഡ്രാമയിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ടിൽ സ്പ്രൈറ്റ് സാൽമണും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഗെയിമിന് ഉറപ്പായിട്ടും വിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉറപ്പായിട്ടും വിൻ ചെയ്യുമെന്ന് പറയണേ. അന്നേരം നമ്മുടെ സാൽമൺ ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സി കാണുമെന്നുണ്ടെങ്കിൽ സി ഒരുപാട് ഹാപ്പി ആവുമെന്ന് പറയണേ. അതിന് നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സീ വിൻ ചെയ്ത പോലെ ഇല്ലേന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ അത് നീ പറഞ്ഞത് ശരിയാണ്, അയ്യോ ഞാൻ ഒരു കാര്യം മറന്നുപോയി, എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ സി ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇവളെന്നുണ്ടെങ്കിൽ ഒരു മാല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാ ഇത് സിയുടെ ആണ്, സി എപ്പോഴും ഈ ഒരു മാല ഇടാറുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ സ്പ്രൈറ്റിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കിത് വേണ്ട എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല. അവളാണെന്നുണ്ടെങ്കിൽ നേരെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് പോയിന്റിൽ തന്നെ ആരോ ഒരാളത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് നോക്കിയിട്ട് അയ്യോ ഇത് സി അല്ലേ നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ സ്പ്രൈറ്റ് അവിടെ പോയി സ്പ്രൈറ്റ് സ്പ്രൈറ്റ് എന്നൊരു വിളിച്ചു പോകുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മാല ഉരുയിട്ട് ഇതാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ട പാടത്ത് നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ സ്പ്രൈറ്റ് ഇവിടെ ഉണ്ടോ, അപ്പോൾ എൻ്റെ സി എവിടെ പോയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവരെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാല ഇട്ടിട്ട് സി ഇവിടെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ മാറി തിരിഞ്ഞ് രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സാൽമോണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് നിർത്തി, ഞാനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടയേർഡായി. ആക്ച്വലി ഞാൻ നിൻ്റെ അടുത്ത് താങ്ക്സ് പറയണം, നീ സി അല്ലെങ്കിൽ പോലും സിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. ഇപ്പോൾ ടീമേറ്റേഴ്സ് ഒക്കെ നിൻ്റെ അടുത്ത് നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ പറയും അവരെൻ്റെ അടുത്ത് നൈസായിട്ട് സംസാരിച്ചാൽ മതി, അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും സിക്ക് വളരെയധികം ഉപകാരം ചെയ്യുമെന്ന് പറയുമ്പോഴേ ഇവളാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ എന്ന് പറയാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ ആ മാലയ്ക്കകത്ത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ മാല ഇടുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാല ഊരിക്കളഞ്ഞോളാൻ വയ്യ. നമ്മുടെ സാൽമണെന്നുണ്ടെങ്കിൽ ആ ഒരു മാല ഊരാൻ വേണ്ടി പാടില്ല, അതെപ്പോഴും നിന്റെ കഴുത്തിൽ തന്നെ വേണമെന്ന് പറയാണ്. അങ്ങനെ കരോട്ട പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അറ്റും കൂടി ചേർന്ന് ബെൽറ്റിന്റെ മെഷർമെന്റ് എടുത്തോണ്ടിരിക്കുകയാണ്. തന്നാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇവന്റെ പുറത്താന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സാം അടിച്ച പാട് കാണുവാണ്. ഇത് കണ്ട പാടത്തിന് നമ്മുടെ പോവാന്നുണ്ടെങ്കിൽ നിന്റെ പുറത്ത് ഇത് എന്തോ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇതാണ് സൈൻ ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇത് കേട്ട പാടത്ത് നമ്മുടെ അറ്റാന്നുണ്ടെങ്കിൽ നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതേക്കുന്ന തന്നാന്നുണ്ടെങ്കിൽ ഇതുവരെ ഡേറ്റ് ചെയ്യാനൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല, പക്ഷെ ഞങ്ങൾ ഭാവിയിൽ ഡേറ്റ് ചെയ്യാന്ന് പറയണേ. ഇവന്മാരിങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇവന് നാണമില്ലേ എന്ന് പറയണേ. ഇത് കേട്ട പാടത്തിന് നമ്മുടെ അറ്റും പോകും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാണ്. ആക്ച്വലി ഇവനാണെന്നുണ്ടെങ്കിൽ നേക്കഡായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇവനിതൊരു സ്ഥിരം പരിപാടിയാന്ന് തോന്നുന്നു. വോളിബോൾ കളിക്കുന്നിടത്ത് അവിടെ ഇത് തന്നെയാണ് പരിപാടി, ഇപ്പോൾ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് വന്നിട്ട് ഇത് തന്നെയാണ് പരിപാടി. ഇവൻ തന്നിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ 5 പേരുടെയും പാടുണ്ട്. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇതാണ് സൈൻ ഓഫ് ലവ്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ നിനക്കൊരു കാര്യം അറിയാവോ, എല്ലാ പയ്യന്മാരും ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയുമ്പോഴേ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എല്ലാ പയ്യന്മാരെന്ന് നീ ഉദ്ദേശിച്ചത് ഫസ്റ്റിനെ ആ ഒരു ബാക്കിയുള്ള പിള്ളേരെയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ ഫസ്റ്റാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നത്. ഇതേക്ക് നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ നിനക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, ഇനിയിപ്പോൾ എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ പറയും നീയാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് എന്ന്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്ന വോളിബോൾ പ്രാക്ടീസാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ടോമും കോയും ഡെഡും കൂടി ചേർന്നിട്ട് കോമ്പറ്റീഷൻ വെക്കാന്ന് പറയുന്നത് പരസ്പരം. പക്ഷെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഇനി ഒരാളും കൂടി വേണമല്ലോ എന്ന് നമ്മുടെ ഡെഡ് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ നമ്മുടെ സ്പ്രൈറ്റിനെ കാണുന്നത്. സ്പ്രൈറ്റിനെ കണ്ടാൽ പാടുന്ന ഡെഡാന്നുണ്ടെങ്കിൽ നിൽക്കുന്നത് സിയെ കൂടി വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ സിയെ വിളിക്കുന്നുണ്ട്. നീയും കൂടി കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടോമിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൻ്റെ അടുത്ത് ആരാടാ പറഞ്ഞത് അവനെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കാനെന്ന്. അപ്പോഴേക്കും അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് വരുന്നുണ്ട്. ഞാനും കളിക്കാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടോമാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ ഇത് തോക്കുവാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കളിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാണ്. ഇവനാന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ബോൾ താഴത്തേക്ക് ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ അടിക്കുന്ന ആ ഒരു ബോൾ തട്ടിയിട്ട് ഡെഡാന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുകയാണ്. താഴത്തേക്ക് വീണേ പോരാഞ്ഞിട്ട് അവൻ്റെ ചുണ്ടാന്നുണ്ടെങ്കിൽ നല്ല തന്നെ പൊട്ടുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റ് ഡെഡിനെ അപ്പം തന്നെ അങ്ങനെ താങ്ങിയെടുത്ത് ബാബാന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതാണ് നമ്മുടെ കോയ്ക്കും ടോമിനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയാണ്. സി ആക്ച്വലി ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ പിന്നെ കഴിയും നമ്മുടെ ഡെഡിനാന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരുത്തേക്കാണ്. അവൻ്റെ ചുണ്ടാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബാൻഡേജ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ
ടോമാന്നുണ്ടെങ്കിൽ എന്തുവാടാ ഇത്, ചെറിയൊരു മുറിവിനാണോ ഇത്രയധികം ബാൻഡേജ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അന്ന് നമ്മുടെ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് ആക്ച്വലി ഇത് എന്താ സംഭവിച്ചതെന്ന്. ഇതേക്കുന്ന ടോമാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടെ ഒരു കോമ്പറ്റീഷൻ വെച്ച് ബോൾ പാസ് ചെയ്ത് കളിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേ അടുത്തേക്ക് നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ വളരെയധികം ഫോഴ്സിൽ ബോൾ എടുത്ത് എറിഞ്ഞ് അങ്ങനെ അത് തട്ടിയിട്ട് ഡെഡ് വന്ന് താഴെ വീണെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് എടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ഡ്രസ്സ് ചെയ്ത് തന്നേന്. അപ്പോൾ നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് സ്പ്രൈറ്റ് ശരിക്കും നിനക്ക് ഞങ്ങളോട് ഫ്രണ്ട്സ് ആവണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആവണമെന്ന് പറയണേ. ഇതേക്കുന്ന ടോമാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഡെഡിനെ കൊണ്ട് ഡ്രസ്സ് ചെയ്തില്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ ഫ്രണ്ട് ആവാൻ സമ്മതിക്കുന്നു എന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്ത പോലെ അവനാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ഞാനും സമ്മതിക്കുന്നുണ്ടെന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റിൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഡള്ളാവുകയാണ്. അങ്ങനെ പിന്നെ റൂമിലാണ് കാണിക്കുന്നത്. റൂമിൽ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് ഇങ്ങനെ തലയും തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ എന്നുണ്ടെങ്കിൽ സാൽമോണുമായിട്ട് ഡേറ്റിങ്ങിലാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റിന് എന്നുണ്ടെങ്കിൽ കാര്യം ഒന്നും മനസ്സിലാതെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാൽമോണോ എന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ കഴുത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുന്ന ഒരാൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോ ആണിത്. അതേസമയം സാൽമോൺ ഈ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. ഫോട്ടോസിൻ്റെ താഴെ എന്നുണ്ടെങ്കിൽ വരുന്ന കമൻറ്റ് മൊത്തം മോശമായിട്ടുള്ള കമൻസ് ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, ഇവിടെ ജോലി ഇതൊക്കെയാണ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു മാനേജർ അല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഞാനും അവളും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ബാക്കിയുള്ള ആൾക്കാർ ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നീ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നു. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് പരസ്പരം മാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഒരു കാര്യം ചെയ്യും ഞാൻ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മാല എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ നമ്മുടെ ഫസ്റ്റിന് ഇടാൻ വേണ്ടി പോണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാ എന്തോടെ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴും നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അത് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് സാൽമോൻ്റെ കാര്യത്തിൽ. ഇതേസമയം ഇവിടെ നാംകിനെ അവളുടെ ഫ്രണ്ട്സിനാണ് കാണിക്കുന്നത്. ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാംകിൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾമാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വില്ലത്തരായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി സാൽമോൺ ഇട്ടൊരു പണി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപാട് തന്നെ നാംകിനാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഗെയ്സ് അങ്ങനെയൊക്കെ ചെയ്തത്, ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നം കാണാൻ സിക്കും കൂടി പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾമാരാണെന്നുണ്ടെങ്കിൽ സിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവേണ്ടി പോകുന്നില്ല, അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാധനമാണ്, നീ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവളുടെ ജോലി എന്നുണ്ടെങ്കിൽ അങ്ങ് തീർപ്പിക്കാൻ വേണ്ടി പറയണേ. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ നാംകിനാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, അവളൊരു പാവമാണ്, അത് മാത്രമല്ല അവർ തമ്മിൽ ഫ്രണ്ട്സ് മാത്രമാണെന്നൊക്കെ പറയുമ്പോഴേ ഈ ഒരു പെമ്പിളാരെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവളാണെന്നുണ്ടെങ്കിൽ സി എടുത്ത് ഒരുപാട് ക്ലോസ് ആയിട്ടാണ് ഇടപെടുന്നത്. ഇനിയിപ്പോൾ നിൻ്റെ റൂട്ട് ക്ലിയർ ആയില്ലേ, അതേപോലെ തന്നെ ഇനി ഫസ്റ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേ ഇവളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ കാര്യമോ ഫസ്റ്റും സിയും തമ്മിൽ എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അന്ന് നിൻ്റെ അടുത്ത് വന്നിട്ട് സി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ തിരക്കില്ലേ, ഞങ്ങൾക്ക് തോന്നുന്നത് സിക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മേലെ ഒരു ക്രഷ് ഉണ്ടെന്ന്. ഇത് കേട്ടപാടെ തന്നെ നമ്മൾ നാംകിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്തൊന്ന് സിക്ക് ഫസ്റ്റിൻ്റെ ഇടയ്ക്ക് റിലേഷൻഷിപ്പോ, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്, മര്യാദയ്ക്ക് ഉണ്ടായിരുന്നോളം പറയാണ്. ദിവസം പ്രാക്ടീസ് നടക്കുന്നിടത്ത് എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ കോച്ചും വരുന്നില്ല, സാൽമോണും വരുന്നില്ല, മീനയും വരുന്നില്ല. ഇവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ കോച്ച് വരത്തില്ലായിരിക്കും, ഇന്നാന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഒന്നും കാണത്തില്ല എന്ന്. നമ്മുടെ സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമിച്ചിരിക്കുകയാണ് ആ ഒരു പോസ്റ്റൊക്കെ കണ്ടതിൻ്റെ വിഷമത്തിൽ. അവിടേക്കാണെന്നുണ്ടെങ്കിൽ മീന ഓടി വരുന്നുണ്ട്, അയ്യോ ഞാൻ ലേറ്റായി പോയി, ഇന്നാന്നുണ്ടെങ്കിൽ കോച്ച് ഇവിടേക്ക് വരത്തില്ല, കോച്ച് പറഞ്ഞിട്ടുള്ള നിങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് പരസ്പരം കോമ്പറ്റീഷൻ നടത്താനാണ്, ഞാൻ അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ കോച്ചിന് അത് അയച്ചു കൊടുക്കും, സോ എന്നാൽ പിന്നെ നിങ്ങൾ വന്നിട്ട് കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി പറയുകയാണ്. ഇത് കേട്ടപ്പാടെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സാൽമണൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ മീനാന്നുണ്ടെങ്കിൽ സാൽമണും കോച്ചും വരത്തില്ല, രണ്ടുപേരും കൂടി ഏതൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പോയേക്കാണ്, സോ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞെന്ന് പറയാണ്. അങ്ങനെ നറുക്കെടുത്തിട്ട് 2 ടീമാവാണ്. സ്പ്രൈറ്റും ഫസ്റ്റും എന്നുണ്ടെങ്കിൽ വേറെ വേറെ ടീമിലാണ്, അതേസമയം മൈക്കും ജാക്കും ഒരേ ടീമിലാണ്. നമ്മുടെ മൈക്കിനാന്നുണ്ടെങ്കിൽ ജാക്കിന്റെ ടീമിൽ നിന്ന് മാറണം, നമ്മുടെ സിക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റിന്റെ അടുത്തേക്ക് പോവുകയും വേണം. റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിന്റെ അടുത്ത് നമുക്ക് ഉണ്ടെങ്കിൽ ഒരേ ടീം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും അത്ര വലിയ കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും മൈക്കാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിലോട്ട് വരണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓടിച്ചാടി വന്നിട്ട് നേരെ നമ്മുടെ മൈക്കിനെ ആ ഒരു ടീമിൽ നിന്ന് പുറത്തോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റിന്റെ അടുത്തേക്ക് നിന്ന് സാം പയ്യനെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പിടിച്ചു മാറ്റിയിട്ട് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കയറി നിൽക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ സാമിനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവൻ്റെതാണെന്നുണ്ടെങ്കിൽ ബോൾ മിസ്സാവുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ശരിയാക്കാന്ന് പറയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പയൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു ബോൾ അടിച്ചിടുന്നത് നമ്മുടെ സ്പ്രൈറ്റ് ആണ്. നേരെ ആ ഒരു ബോൾ വന്ന് കൊള്ളുന്നത് നമ്മുടെ കോട മേത്തേക്കാണ്. കോയെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. ടോമും ബാക്കിയുള്ളവരും കോട അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവന്മാരാന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു സീ തിരിച്ചു വന്നെന്നാ തോന്നുന്നു പറയണേ. അങ്ങനെ എല്ലാവരും കൂടി ലോക്കർ റൂമിൽ നിൽക്കുകയാണ്. നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അടിച്ച ഷോട്ട് സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ എല്ലാവരും അത് ഓക്കെ വെക്കുന്നുണ്ട്. നമ്മുടെ കോയ്ക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. കോയാന്നുണ്ടെങ്കിൽ ആ ലോക്കർ റൂം വലിച്ചടച്ചിട്ട് അവരാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നമ്മുടെ കോ പോകുന്ന കാണുമ്പോൾ തൊട്ട് പുറേ തന്നെ ടോം ഇറങ്ങി പോകുന്നുണ്ട്. ടോം അവിടുന്ന് പോയ പാടെ തന്നെ ഡെഡും പോകുന്നുണ്ട്. അതിന്റെ തൊട്ട് പുറേ തന്നെ നമ്മുടെ ഫസ്റ്റും പോവാണ്. ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് അവിടെ നിൽക്കുന്നില്ലല്ലോ, നമ്മുടെ സ്പ്രൈറ്റും തൊട്ട് പുറേ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സാം പയ്യനും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നെ ആ റൂമിലുള്ളത് നമ്മുടെ മൈക്കും ജാക്കും മാത്രമാണ്. ജാക്കാന്നുണ്ടെങ്കിൽ മൈക്കിന്
മൈക്കിൻ്റെ അടുത്ത് മൈക്ക് നിനക്കിത് എന്താ പറ്റിയത്, നീ എന്തിനാ ടീമിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ എന്തോ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ മാറിയെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ നിനക്കിത് എന്താ പറ്റിയത്, നീ ഇനി എത്ര നാളെ എൻ്റെ അടുത്ത് ഇങ്ങനെ മിണ്ടായിരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ മൈക്കാന്നുണ്ടെങ്കിൽ ഞാൻ എത്ര നാൾ വേണേലും മിണ്ടായിരിക്കും എന്ന് പറയണേ. ഇത് കേട്ടപാട് തന്നെ ജാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ കളി തോറ്റ നാൾ മുതലേ നീ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലല്ലോ, അതിനുള്ള റീസൺ എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ മൈക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നീയാണ്, നീ എനിക്ക് ബോൾ പാസ് ചെയ്ത് തന്നില്ലല്ലോ, എനിക്ക് വരെ ആ സീക്കല്ലേ ബോൾ പാസ് ചെയ്തത്, അങ്ങനെ ഫൈനലി എന്തായെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ടീമിന്റെ ക്യാപ്റ്റനാണ്, സോ സിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല പൊസിഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവന് ബോൾ പാസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇപ്പോൾ ഫൈനലി എന്തോ നമ്മളെ കളിയും തോറ്റുപോയില്ലേ, നിനക്ക് അവനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്, അപ്പോൾ അവൻ്റെ മേലെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവനെ മാത്രം വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ജാക്കാന്നുണ്ടെങ്കിൽ കയ്യിരിക്കുന്ന ഷോക്സ് എന്ന് തോന്നി എന്തോ ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മീനയാന്നുണ്ടെങ്കിൽ കോച്ചിൻ്റെ അടുത്താന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ്സ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾ ആരൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മുടെ ഫസ്റ്റിന്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയാണ്. ഇനി ഫൈനലായിട്ടുള്ള നമ്മുടെ സ്പ്രൈറ്റും കോയും മാത്രമാണ്. ലാസ്റ്റ് വണ്ണിന്റെ പേര് വിളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ കോ മനസ്സിലായിരിക്കുന്നത് കോയെ ഇപ്പോൾ വിളിക്കുന്നു, പക്ഷെ വിളിക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റിനെയാണ്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കോയ അങ്ങ് ഒരുമാതിരി ആവണം, കോയും ടോമും. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫസ്റ്റിനെ അങ്ങ് ഹഗ് ചെയ്യാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ഒരുപാട് ഹാപ്പി ആയെന്ന് പറയുമ്പോഴത്തേക്കും ഇവനങ്ങനെ മാറുന്നുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ സാമും ശ്രദ്ധിക്കുന്നുണ്ട്. ടോം ആണെന്നുണ്ടെങ്കിൽ കോയ ഇങ്ങനെ തട്ടി വിളിച്ച് കാണിക്കുകയാണ് ഇവരിങ്ങനെ ഹഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അന്നേരം നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഫസ്റ്റും സിയെയും പറ്റിയിട്ട് ഷിപ്പ് ചെയ്യുന്നില്ല സത്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാന്നുണ്ടെങ്കിൽ ഓരോന്നിങ്ങനെ കാണിച്ചു വിടുവാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നിങ്ങളിത് ഒരിക്കലും നിർത്താൻ വേണ്ടി പോകുന്നില്ലേ എന്ന് പറയാണ്. അങ്ങനെ നൈറ്റ് ആവണം നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ചിക്കനുമായിട്ട് വരികയാണ്. കൊണ്ടുവന്ന പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വിൻ ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 11 മണിക്കാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ചിക്കൻ തിന്നാൻ വേണ്ടി തോന്നുന്നു അപ്പോഴെല്ലാം കഴിക്കണം. അപ്പോൾ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റിൻ്റെ ബെഡ് ചെയ്യുന്നതുകൊണ്ടാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ബെഡ് ഇരുന്നിട്ട് എന്തിനാണ് കഴിക്കുന്നത്, നിൻ്റെ ബെഡാണല്ലോ അതോ അവിടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുകയാണ്. അങ്ങനെ പയ്യന്മാർ രണ്ടും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. ഫൈനലി നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ബെഡിലേക്ക് പീസ് ചിക്കൻ അങ്ങ് വീടുവാണ്. ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിന്റെ ബെഡിലേക്ക് വീണല്ലോ, ഇനിയിപ്പോൾ നിന്റെ ബെഡിൽ പോയി കഴിച്ചുകൂടി എന്ന് പറഞ്ഞ് ചോദിക്കും. അങ്ങനെ പിറ്റേ ദിവസം പ്രാക്ടീസിന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് ഫസ്റ്റ് ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് ഇരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവണം, ഇവൻ എന്തിനാ ഈ താഴത്തേക്ക് ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്നിട്ട് ആ ഷൂവിൻ്റെ ലേസ് ഒക്കെ കെട്ടി കൊടുക്കുവാണ്. ആക്ച്വലി ഞാനും വിചാരിച്ചു ഇവൻ എന്തിനാ ഇങ്ങനെ താഴത്തേക്ക് ഇരിക്കുന്നതെന്ന്. ഈ ഒരു ഷൂവിൻ്റെ ലേസ് കെട്ടി കൊടുക്കുന്നതാണ് ഇത്രയധികം ബിൽഡപ്പ്. ഇത് നമ്മുടെ സാം പയ്യനും കാണുന്നുണ്ട്. സാമിനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. പയ്യനാണെന്നുണ്ടെങ്കിൽ വൈറ്റ് അടിച്ചിൽ കൂടി വരുവാണ്. സ്പ്രൈറ്റ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് വെള്ളമായിട്ട് ഒരിടത്തിരിക്കുകയാണ്. ജാക്കാന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് വെള്ളം ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തുകൊണ്ട് നേരെ ഇങ്ങനെ നടന്നു വരുവാണ്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് മൈക്കിൻ്റെ അടുത്ത് മൈക്ക് എന്തോ പറ്റി, നിങ്ങൾക്കിടയിൽ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ വെറുതെ നീ ഈ ഒരു കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറയാണ്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലൊന്നും ഇടപെടണ്ടെന്ന് കരുതിയാണ്, പക്ഷെ നിങ്ങൾ രണ്ടൊരു കാര്യം ആലോചിച്ചിട്ട് ഞാൻ വറീഡായി. നീ എന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, എന്ത് പറ്റി നിനക്ക്, ജാക്കിന് മേലെ ഇത്രയധികം ദേഷ്യം ഉണ്ടാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നിന്നെയല്ലേ, നീ ഇപ്പോൾ ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു, ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതിന് എനിക്ക് യാതൊരു വിധ പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല. അതേപോലെ തന്നെ നിനക്കാന്നുണ്ടെങ്കിൽ അവൻ്റെ മേലെ വല്ല ഫീലിങ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുറയുന്ന ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ ഇവന്മാരെടുത്ത് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, വന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിന് ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പയം കണ്ടുപിടിക്കുകയാണ്. അവൻ ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ വിഷമം വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഡെഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ഫസ്റ്റിനെ സിയെ നോക്കി രണ്ടുപേരും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആയെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോയേക്കാണ്. സോറി, എരുതിയിൽ എണ്ണയല്ല, എരുതിയിൽ പെട്രോൾ ഒഴിച്ച പോലെയാണ് ഇപ്പം നമ്മുടെ സാമ്പയൻ്റെ അവസ്ഥ. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ബോളിനകത്ത് ഇങ്ങനെ കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാം അവൻ്റെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളാണ്. അവനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ തന്നിൻ്റെ അടുത്ത് നിന്ന് കോൾ വരികയാണ്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ നമ്മുടെ സാമ്പയനാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ വിളിച്ചത് നന്നായി, ഞാനാണെന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കണമെന്ന് കരുതിയിരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ നീ വിളിക്കണമെന്ന് കരുതിയിരുന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇഷ്ടം പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇതേക്കുന്ന സാമ്പയാന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ ജോക്ക് പറിച്ചിടൊന്ന് നിർത്ത്, എനിക്ക് അതൊന്നുമല്ല നിൻ്റെ അടുത്ത് പറയാനുള്ളത്. ആക്ച്വലി എനിക്ക് സംസാരിക്കാനുള്ളത് സിയുടെയും ഫസ്റ്റിൻ്റെ കാര്യമാണ്. അവർ തമ്മിൽ ഡേറ്റ് ചെയ്യണോ, അവർക്കിടയിൽ എന്തൊക്കെയോ കെമിസ്ട്രി വർക്ക് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ
നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ നീ ഒന്ന് വാടച്ചിരിക്കോ, എനിക്ക് ഹാർട്ട് ബ്രോക്കൺ ഒന്നും ആയിട്ടില്ല, എനിക്ക് അവരെ പറ്റിയിട്ട് അറിയണം, പ്ലീസ് നിനക്ക് അറിയുന്ന കാര്യങ്ങളൊന്ന് പറയാമെന്ന് ചോദിക്കുമ്പോഴേ നമ്മളെ തന്നാന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ വേണ്ടി പറ്റത്തില്ല, നാളെ നമുക്ക് പുറത്ത് ഏതെങ്കിലും കേക്ക് ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാം, അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കും കഴിക്കാമല്ലോ എന്ന് പറയാണ്. ഇതേക്ക് നമ്മുടെ സാമ്പയിലാന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എനിക്ക് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അത്ര മാത്രമുള്ളൂ എന്ന് പറയുമ്പോഴും നമ്മൾ തന്നാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നാളെ നമുക്ക് പരസ്പരം മീറ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. സാമാന്നുണ്ടെങ്കിൽ കേക്ക് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ കഴിക്കുന്നതൊക്കെ കാണുമ്പോഴും നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എപ്പോഴത്തെ പോലെ തന്നെ കണ്ണെടുക്കാതെ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോ നീയാന്നുണ്ടെങ്കിൽ കേക്ക് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, അതാ നിന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പയൻ്റെ ലിപ്പിലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം ഒട്ടുന്നുണ്ട്. അതാന്നുണ്ടെങ്കിൽ നമ്മുടെ തൻപയനാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ തുടച്ചെടുക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഗൈസ്, ഈ BL ഡ്രാമസിലുള്ള ഹീറോസ് മാത്രം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെക്കത്തില്ല എന്ന് തോന്നുന്നു, എല്ലാവരും ഇങ്ങനെ കൈ കൊണ്ട് തുടയ്ക്കുന്നത് കാണാം. അങ്ങനെ അതിനുശേഷം നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്കറിയേണ്ടത് സിയുടെയും ഫസ്റ്റിൻ്റെ കാര്യമാണ്. സി എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റിനെ വല്ലതും ഡേറ്റ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അവർ പരസ്പരം ഫ്ലേട്ട് ചെയ്യുന്ന വല്ല കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ നിനക്ക് അതിനെപ്പറ്റി അറിയണോ, ഇനി അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരാൻ വേണ്ടി പറയണേ. ഇവനിങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ രണ്ടുപേരെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ട പാടത്തന്നെ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ല എന്നാ, അപ്പൊ പിന്നെ നിന്റെ അടുത്ത് നിന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് എൻ്റെ കാര്യം അറിയാം, ഞാൻ എപ്പോഴും നിന്നെ ലവ് ചെയ്യുന്നു, പ്ലീസ് സാം എനിക്ക് വേണ്ടി നീ ഒരു ഫേവർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പാടത്തിന് നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ എന്ത് ഫേവർ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതോ നീയാന്നുണ്ടെങ്കിൽ സിയെ ലൈക്ക് ചെയ്യുന്ന നിർത്തിയിട്ട് നീ എന്നെ ലൈക്ക് ചെയ്യും, ഞാൻ നിന്നെ കെയർ ചെയ്തോളാം എന്ന് പറയാണ്. ഇവിടെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പഴയ വോളിബോൾസിന്റെ ക്ലിപ്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ കോ വരുന്നുണ്ട്. കോ വന്നിരുന്ന പാടെ തന്നെ നീ എന്തോ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴയ വീഡിയോ ക്ലിപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടോണ്ടിരിക്കുകയെന്ന് പറയാണ്. അന്നേരം നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീയും ഫസ്റ്റും കൂടി ഡേറ്റ് ചെയ്യാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആമ്പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ പരസ്പരം ഡേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണല്ലോ, അതുമാത്രമല്ല നീയാന്നുണ്ടെങ്കിൽ അവന് നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ചിരിച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇവർ തമ്മിലുണ്ടായിരുന്ന കുറേ അധികം മൂമെന്റ്സ് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് നീ പറഞ്ഞ് ശരിയാന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നിങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സ് അല്ലേ, അപ്പം പിന്നെ നിങ്ങൾ പരസ്പരം കെയർ ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ അതും ശരിയാണ്, ഫസ്റ്റ് എന്നെ കെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഓരോ മൂമെന്റ്സ് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ ശേഷം സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്ത് നീ ടയർഡ് ആയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ ടയർഡ് ആയില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്തേക്ക് കോ വന്നിരിക്കുന്നുണ്ട്. കോയാന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിന്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരുന്നോ നീ വെറുതെ കള്ളത്തിലൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ കള്ളം പറയില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സംസാരിക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പയ്യനാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്ന് തോന്നുന്നു ജലസ് കയറാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ടോം വരുന്നുണ്ട്. ടോം വന്ന പാടെ തന്നെ നീയാന്നുണ്ടെങ്കിൽ മുമ്പ് ഒരിക്കലും ഒരു സ്കോളർഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്, നിനക്ക് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കത് ഒപ്പിച്ച് തരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒപ്പിച്ച് തന്നേക്കാന്ന് പറയാണ്. ആക്ച്വലി എന്ത് സ്കോളർഷിപ്പ് ആണെന്നൊന്നും അറിയത്തില്ല. അതേസമയം മൈക്കിനാണ് കാണിക്കുന്നത്. മൈക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അമ്മ വിളിക്കുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് പാടെ തന്നെ മാച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് തിരക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ നിന്റെ കോച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോച്ച് പറഞ്ഞത് കഴിഞ്ഞ മാച്ചിലാണെന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല, നിനക്കിത് എന്താ പറ്റിയത്, നീ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാക്ക് കയറി വരികയാണ്. ജാക്കിനെ കണ്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ അമ്മ എടുത്ത് അമ്മ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ അടുത്ത് എന്ത് പറ്റി, നീ പിന്നെ നിന്റെ അമ്മയെടുത്ത് ആർഗ്യുമെന്റ്സ് നടത്തിയോ, നിന്റെ അമ്മയ്ക്ക് അറിയണ്ടേ നീ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇതേക്കുന്ന മൈക്കാന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എൻ്റെ മേലെ എന്തെങ്കിലും പ്രതീക്ഷ കാണും, വെറുതെ നീ അതിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ എൻ്റെ മേലിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുകയാണ്. ആക്ച്വലി അവനെന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര വെള്ളോടിയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ലീവിന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം അടിച്ച് ബോധം കെട്ട് കയ്യിൽ ഗ്ലാസ്സുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് എന്നിട്ട് ആ ഒരു ഗ്ലാസ് ഇരിക്കുന്ന ഡ്രിങ്ക് എടുത്ത് കളഞ്ഞിട്ട് പോലും ഇയാൾ അറിയുന്നില്ല. എന്തൊരു മനുഷ്യനാണോ എന്തോ. അങ്ങനെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോക്കർ റൂമിൽ നിൽക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ കോയും സ്പ്രൈറ്റും കൂടി വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം ഹഗ് ചെയ്തുകൊണ്ട് ചിരിച്ചും കളിച്ചും സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. നീ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കോയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് ചെയ്തതെന്ന്. നമ്മുടെ ഫസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ജലസ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അറിയണമല്ലോ ഇവർ തമ്മിൽ ഡേറ്റിങ്ങിനാണോ അല്ലേ എന്നൊക്കെ, അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് എന്നാൽ പിന്നെ നീ ഒരു കഴിഞ്ഞ് ടവൽ എടുക്കുക, എന്നിട്ട് നമുക്ക് കണ്ടപ്പോൾ ഒരുമിച്ച് പോയി കുളിക്കാന്നൊക്കെ പറയാണ്. നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീയും ഇപ്പോൾ ഒരുപാട് ക്ലോസ് ആയല്ലോ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളമ്മ അത്രയ്ക്ക് ക്ലോസ് ഒന്നുമല്ല, അവന് ജസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടി വന്നു അത്രേ ഉള്ളതെന്നൊക്കെ പറയുമ്പോഴേ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അത്രേ ഉള്ളല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, നീ ഈയിടെയായിട്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ നിന്നെ
നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? നീ ആരുടെ വേണമെങ്കിലും സംസാരിച്ചോ, എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ എനിക്ക് എത്ര ഫ്രണ്ട്സ് വന്നാലും നീ മാത്രമായിരിക്കും എൻ്റെ സ്പെഷ്യൽ. നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും കാണത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അങ്ങനെ നൈറ്റ് ആവുകയാണ്. നൈറ്റ് ആകുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ വൃത്തിയാക്കിയിട്ട് അവനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവനെ കണ്ട പാടെ തന്നെ ആലോചിക്കുന്നത് ഇവനാണെന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറഞ്ഞില്ലേ, ആ കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി ഫസ്റ്റ് നീ ഇപ്പോൾ അകത്തേക്ക് കയറുന്നുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് അപ്പോഴാട്ടോ ബോധം വരുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ കയറുന്നുണ്ട്, ഇതെന്താ നീ ഇപ്പോൾ എവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്ത് സോ അപ്പോൾ പിന്നെ ഈ ഒരു വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പോകുന്നത് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ റൂം ക്ലീൻ ചെയ്തില്ലേ, അതുകൊണ്ട് വേസ്റ്റ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം എന്ന് പറയാണ്. അങ്ങനെ പരസ്പരം ഇല്ല ഞാൻ കൊണ്ട് കളയാം, അല്ല വേണ്ട ഞാൻ കൊണ്ട് കളയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിവലി നടത്തുന്നുണ്ട്. ഫൈനലി ആ ഒരു കവർ കീറിയിട്ടാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റ് ഫുള്ള് താഴത്തേക്ക് വീഴുവാണ്. അങ്ങനെ താഴത്തേക്ക് വീണ പാടെ തന്നെ രണ്ടുപേരും കൂടി അത് പറക്കി വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റിൻ്റെ ഇത്രയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വഭാവം കണ്ടിട്ട് നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിനക്കിത് എന്താ പറ്റിയത്, നീ മുമ്പൊന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല, എപ്പോൾ മുതലാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന്, നീ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, നീയും എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് നിനക്കും എൻ്റെ മേലിൽ അങ്ങനെ ഒരു ഫീലിങ്സ് കാണുമെന്നാണ്, പക്ഷേ ഞാൻ ചിന്തിച്ചെല്ലാം തെറ്റായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ കവറിലേക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിൻ്റെ കൈ കയറി പിടിച്ചിട്ട് ആര് പറഞ്ഞ് എനിക്ക് നിൻ്റെ മേലിൽ ഫീലിങ്സ് ഇല്ലാന്ന്, ഇതും പറഞ്ഞിട്ട് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ പോയിച്ചൊന്ന് കിസ് ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കിസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇത് എത്രാമത്തെ എപ്പിസോഡാണ്, ഇത് 7ാമത്തെ എപ്പിസോഡല്ലേ ഗൈസ്, 7ാമത്തെ എപ്പിസോഡിലാണ് ഫൈനലി നമ്മളൊരു കിസ്സിങ് സീന് കാണുന്നത്. എങ്ങനെയുണ്ട് കഥ? സെക്കൻഡ് മെയിൻ ലീഡ്സിനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറയണം ഇവരടുത്ത്. സോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.